വീണ്ടും വന്ദേ മാതരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് AIMIM അധ്യക്ഷൻ അസറുദ്ദീൻ ഒവൈസി രംഗത്ത്. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് സമാനമായ പദവിയും സംരക്ഷണവും വന്ദേ മാതരം നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ അതിനെ ചുറ്റിപ്പറ്റി വലിയ രാഷ്ട്രീയ വിവാദം ആളിക്കത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ അധിക്ഷേപ പരാമർശം നടത്തി ഒവൈസി രംഗത്ത് വരുന്നത്. ഭാരതം ഒരു വേദിയല്ല, വന്ദേ മാതരത്തെ ദേശീയ ഗാനത്തിനൊപ്പം തന്നെ വെക്കരുതെന്നും കേന്ദ്ര നീക്കത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് അസറുദ്ദീൻ ഒവൈസി ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഒവൈസിയുടെ ഈ പരാമർശത്തിന് നേരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് വിപ്ലവകാരികൾക്ക് ആവേശം പകർന്ന ഭാരതാംബയെ വന്ദിക്കുന്ന ഈ ഗാനത്തെ അവിടെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ് ഒവൈസി ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാരതം ഒരു വേദിയല്ല എന്ന പരാമർശവും ഇവിടെ ഒവൈസി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷയം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. വന്ദേ മാതരത്തെ സംബന്ധിച്ച് കേന്ദ്ര തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ രാജ്യത്ത് ശക്തമായ വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രസ്താവന പുറത്തുവരുന്നത്. അതേസമയം ജനഗണമനയുടെ നിലപാടുമായി തന്നെ ഇതിനെ താരതമ്യം ചെയ്യാനാകില്ല എന്നതാണ് ചില വിഭാഗങ്ങളുടെ വാദം. രാഷ്ട്രീയ പാർട്ടികളും വിവിധ സാമൂഹിക സംഘടനകളും വിഷയത്തിൽ പ്രതികരണവുമായി തന്നെ രംഗത്തെത്തിയതോടുകൂടി തന്നെ ഇത് ദേശീയ തലത്തിൽ പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേപോലെ ദേശീയ ഗാനത്തിൽ നിന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ നൽകുന്ന അതേ നിയമ പരിരക്ഷയും പദവിയും വന്ദേ മാതരത്തിന് നൽകുവാനുള്ള ചരിത്രപരമായ നീക്കത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനെ തടയിടാൻ പല രീതിയിൽ നിന്നും പല ശക്തികളും ശ്രമിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് വിപ്ലവകാരികൾക്ക് ആവേശം പകർന്ന ഭാരതാംബയെ വന്ദിക്കുന്ന ഈ ഗാനത്തെ താഴ്ത്തിക്കെട്ടാനുള്ള ഒവൈസിയുടെ ശ്രമത്തെ വിമർശകർ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. വന്ദേ മാതരം ആലപിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്ന വിചിത്രവാദമായിരുന്നു ഒവൈസി കാലങ്ങളായി തന്നെ ഉയർത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകണമെന്നും ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ വർഷങ്ങളോളം ഈ ഗാനം അവഗണിക്കപ്പെടുകയായിരുന്നുവെന്നും മോദി സർക്കാർ ഈ ചരിത്രപരമായ തെറ്റു തിരുത്താൻ ഒരുങ്ങുമ്പോഴാണ് വീണ്ടും രാജ്യം ഒരു വേദിയല്ല എന്ന പ്രകോപനകരമായ പ്രസ്താവന ഒവൈസി നടത്തിയിരിക്കുന്നത്. ഭാരതത്തെ മാതാവായി തന്നെ കാണുന്ന സംസ്കാരത്തെ അംഗീകരിക്കാൻ ഒവൈസിക്ക്, അതായത് ഒവൈസി എന്നല്ല ഒവൈസിയെ പോലുള്ളവർക്ക് ഇവിടെ മടിയാണ് എന്നും ഇത്തരം രാജ്യവിരുദ്ധ നിലപാടുകൾ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇവിടെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.